കാരണം ബിഗ് ബോസ് സീസൺ 7 അപ്പോൾ അത് റന ഫാത്തിമ ഒനിയലും കൂടിയിട്ടുള്ള സംഭവമാണ്. ഞാൻ അദ്ദേഹത്തിന് ഒനിയൻ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വായി കിട്ടുന്നില്ല. പിന്നെ റന ഫാത്തിമ പറഞ്ഞതിൽ ഞാൻ 100% യോജിക്കുന്നു. നമ്മൾ കിച്ചണിൽ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ബിഗ് ബോസ് ആയി കഴിഞ്ഞാൽ വിശപ്പ് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ് അല്ലേ. അപ്പം നമുക്ക് അതിനായിട്ടുള്ള മാന്യം നമ്മൾ കൊടുത്തേ മതിയുള്ളൂ. അപ്പോൾ ഒനിയൽ പറയുന്നത് നീ ഇത്ര കഴിച്ചു, ഇങ്ങനെ കഴിച്ചു, അങ്ങനെ കഴിച്ചു എന്നിട്ട് റന ഫാത്തിമ അവിടെ നിന്ന് ഓടിക്കുന്ന രംഗമാണ് കാണുന്നത്. കാരണം ഭക്ഷണത്തിന് നമ്മൾ എപ്പോഴും നമ്മൾ ബഹുമാനിക്കുക. എന്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ലേഡീസിനോട് എനിക്ക് മസ്റ്റ് പറയാനുള്ളത്, നമ്മൾ കിച്ചണിൽ പോകുന്ന സമയത്ത് മസ്റ്റ് നിങ്ങൾ അതായത് ഒരു കാർക്കൂന്തൽ മുടി നിങ്ങളൊന്ന് വാരി ഒന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് അത് ഒതുക്കി അങ്ങ് വെക്കണം. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, അപ്പം അതിനിടയിൽ അനുമോൾ ഭയങ്കരമായിട്ട് ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റന ഫാത്തിമിനെ. കാരണം അനുമോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും അനുമോൾ നല്ല രീതിയിലുള്ള ഒരു സംഭവമാണ്. കാരണം ആ ഒരു ചൂടായി വന്ന ആ ഒരു മൈൻഡ് ഒരു ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന റന ഫാത്തിമ അനുമോൾ നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് അനുമോൾ. പക്ഷേ എന്ന് വെച്ചാൽ ഒനിയൻ അങ്ങനെ പറഞ്ഞതിലൂടെ എനിക്ക് തീരെ യോജിക്കുന്നത്. കാരണം കിച്ചൺ എല്ലാവർക്കും ഉള്ളതാണ്, എന്തായിക്കോട്ടെ എല്ലാവർക്കും വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റന ഫാത്തിമയോട് അതായത് ഒനിയൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ?